പ്രൈസ് ദി ലോർഡ്. ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ ഒരു പുതിയ പ്രഭാതമാണ് ദൈവം നമുക്ക് സമ്മാനമായിട്ട് തന്നിരിക്കുന്നത്. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? അത് ഇതായിരുന്നു. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 6 വചനം 33. മത്തായി ശ്ലീഹ എഴുതിയ ദ ഗോസ്പൽ ഓഫ് സെയിന്റ് മാത്യു ചാപ്റ്റർ 6 വേഴ്സ് 33. അതിലിങ്ങനെയാണ് പറഞ്ഞത്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടവയെല്ലാം, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും എന്ന് ഈശോ നമ്മോട് സന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു വചനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് നിൽക്കുമ്പം, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പം നമുക്ക് എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ, നമ്മളെല്ലാം പ്രവാസികളാണെന്നും ഈ ഭൂമിയിലേക്ക് നമ്മളെ ആക്കിയിരിക്കുകയാണ്. നമ്മളാരും ഇവിടുത്തെ സ്വന്തമൊന്നുമല്ല, നമ്മൾ സ്വർഗത്തിൻ്റെ സ്വന്തമാണ്. നമ്മൾ ഈ പ്രവാസ ജീവിതത്തിൽ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാം. നമ്മൾ അവിടുത്തോട് ചേർന്ന് നിന്നേച്ചാൽ മതി, ബാക്കിയെല്ലാം കർത്താവ് നമുക്ക് ചേർത്ത് നൽകും. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13-ാം വചനമാണ്. വളരെ ശക്തനാക്കുന്ന ഒരു വചനമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ സുപരിചിതമായ ഒരു വചനം. അതിങ്ങനെയാണ് പറയുന്നത്: The letter of Saint Paul to the Philippians, chapter 4, verse 13. I have the strength for everything through him who empowers me. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക്. നമ്മെ ഓരോരുത്തരെയും ശക്തയാക്കുന്നത് കർത്താവാണ്. നമ്മൾ ഒരു ചെറിയ കാര്യം പോലും ചെയ്യുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിന്നാൽ അസാധ്യമെന്ന് തോന്നുന്ന പലതും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നാം ഒരിക്കലും കർത്താവ് ഞാനും നിങ്ങളൊക്കെ തളർന്ന് നശിച്ച് ജീവിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും സന്തോഷത്തോടെ, ശക്തിയോടെ ജീവിക്കാനായിട്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. സന്തോഷത്തോടെ ജീവിക്കുക. നമുക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആരിലൂടെ? കർത്താവിലൂടെ. നമ്മുടെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോഴും കർത്താവിനോട് ചേർന്ന് നമ്മൾ ചെയ്തേ, ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തമാക്കും. ഇതൊരു ചിന്തയായിരിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് അവനിലൂടെ മാത്രമാണ്. നാം മറ്റുള്ള നമ്മുടെ കഴിവ് കൊണ്ടാണ് എന്തെങ്കിലും ചെയ്യുന്നതെന്ന് ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, അത് ഒരുപാട് നിലനിൽക്കുകയില്ല. അത് പരാജയത്തിലേക്ക് ചെന്ന് അവസാനിക്കും. എന്നാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരുപക്ഷെ ചില സാഹചര്യങ്ങളിൽ തളർന്നു പോകുന്നു എന്ന് തോന്നിയാലും അവിടെ ശക്തീകരിക്കാൻ, നമ്മെ സമാധാനിപ്പിക്കാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ശ്രദ്ധിച്ചു നോക്കിക്കൂ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും കർത്താവ് കൂടെയുണ്ട്. കർത്താവിനോട് ചേർന്ന് നിന്നാൽ മാത്രം. അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങളെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ. I have the strength for everything through him who empowers me. Amen.